നമഃശിവായ. അമ്മയുടെ സന്ദേശം. മക്കളെ, ശരീരവും ബുദ്ധിയും മനുഷ്യ വ്യക്തിത്വത്തിൻ്റെ കഷ്ടിച്ച് 25% അല്ലെങ്കിൽ 1/4 മാത്രമേ ആകുന്നുള്ളൂ. വ്യക്തിത്വത്തിൻ്റെ ബാക്കി ഭാഗം കൂടി വികസിക്കുന്നില്ലെങ്കിൽ മനുഷ്യൻ അപൂർണനായിരിക്കും. അത് വികലമായ വികാസമായിരിക്കും. ലോകത്തിലെ ഇപ്പോഴത്തെ ജനസംഖ്യ ഏകദേശം 134 കോടിയാണ്. ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഇതിൽ എത്ര ശതമാനം സാംസ്കാരികമായും മാനസികമായും വികസിച്ചിട്ടുണ്ടാകും? ഒരു മനുഷ്യൻ ചുറ്റുമുള്ള മനുഷ്യർക്ക് വില കൽപ്പിക്കുന്നില്ല എങ്കിൽ, അവരെ അറിയുകയും അംഗീകരിക്കുകയും പരിഗണിക്കുകയും ചെയ്യുന്നില്ല എങ്കിൽ, അയാൾ സംസ്കാര സമ്പന്നനല്ല. അയാൾ അന്യനെ ഉപഭോഗ വസ്തുവായി മാത്രമേ കാണുന്നുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ, നമ്മൾ കൊട്ടിഘോഷിക്കുന്ന വളർച്ചയും വികാസവും ലോകത്തിലോ മനുഷ്യന്റെ കാഴ്ചപ്പാടിലോ മാറ്റം വരുത്തുന്നില്ല. ഉണ്ടാകുന്നു എന്ന് പറയുന്ന മാറ്റങ്ങളൊന്നും സമൂഹത്തിന്റെ മനസ്സാക്ഷിയിൽ പ്രതിഫലിച്ചു കാണുന്നില്ല. ഇന്ന് മനുഷ്യന്റെ ചിരി പല്ലു മുഴുവൻ കൊഴിഞ്ഞു കൃത്രിമ പല്ലു വെച്ചു ചിരിക്കുന്ന വെറും പ്ലാസ്റ്റിക് ചിരിയാണ്. മണ്ണിരയും ഭക്ഷണം കഴിക്കുന്നു, ഇണചേരുന്നു, കുട്ടികളെ സൃഷ്ടിക്കുന്നു, മരിച്ചു പോകുന്നു. മനുഷ്യനും ഇതൊക്കെ ചെയ്യുന്നു. പക്ഷെ മണ്ണിനും പ്രകൃതിക്കും ഗുണം ചെയ്തിട്ടാണ് പോകുന്നത്. മനുഷ്യനോ മരിക്കുമ്പോൾ പോലും പ്രകൃതിക്ക് ദോഷം ചെയ്യുന്നു. ശവശരീരത്തിൻ്റെ കൂടെ വിഷപദാർത്ഥങ്ങൾ ആണ് ഇടുന്നത്. അപ്പോൾ ആ മണ്ണിര നമ്മളെക്കാൾ എത്രയോ ഭേദമാണ്. മനുഷ്യൻ ഭൂമിയിലെ വായു മലിനമാക്കി, ജലം മലിനമാക്കി, മണ്ണിനെയും മലിനമാക്കി. അങ്ങനെ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ പ്രകൃതിയെ നശിപ്പിക്കുന്നു. അതേസമയം മനുഷ്യനൊഴികെയുള്ള സകല ജീവികളും പ്രകൃതിക്ക് എന്തെങ്കിലും നന്മ ചെയ്തിട്ടാണ് പോകുന്നത്. മണ്ണിരയും തേനീച്ചയും തിമിംഗലവും ഒക്കെ എത്രമാത്രം നന്മ ഭൂമിക്കും പ്രകൃതിക്കും ചെയ്തിട്ടാണ് ജീവിക്കുന്നതെന്ന് നമുക്കെല്ലാം അറിയാമല്ലോ. കെട്ടിടം വാർക്കുന്ന സമയത്ത് ഉപ്പുവെള്ളം ചേർത്താണ് സിമന്റ് കുഴയ്ക്കുന്നതെങ്കിൽ വാർത്തതധികം നിൽക്കുകയില്ല, പൊടിഞ്ഞു പോകും. അതുപോലെ മനുഷ്യന്റെ തെറ്റായ പ്രവൃത്തി പ്രകൃതിയെ നശിപ്പിക്കുന്നു. മണ്ണിന്റെ മക്കൾ എന്ന് പറഞ്ഞിട്ട് മണ്ണിനെ കൊല്ലുകയാണ് നാം ഇന്ന് ചെയ്യുന്നത്. ഇന്ന് സയൻസും സാങ്കേതികയും പുരോഗമിക്കുന്നു. ബാഹ്യമായി ജനങ്ങളുടെ ജീവിത നിലവാരം ഉയരുന്നു. പക്ഷെ പണക്കാർ സ്വന്തം ബംഗ്ലാവിലെ ആഡംബരങ്ങളുടെ നടുവിലിരുന്ന് കരയുമ്പോൾ, പാവപ്പെട്ടവർ അവരുടെ കൊച്ചു വീടുകളിലെ തറയിലിരുന്ന് കരയുന്നു. ഈ വ്യത്യാസമേ ഉള്ളൂ. ഹരി ഓം നമഃ ശിവായ.